ഹലോ വ്യൂവേഴ്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പം നമുക്കിന്നത് യാത്ര പോയാലോ? യാത്രകൾ എപ്പോഴും എല്ലാവർക്കും മനസ്സിന് കുളിർമയേകുന്നതും വളരെ സന്തോഷം തരുന്നതുമാണല്ലേ. അപ്പോൾ അതുപോലെ നല്ല കുളിർമയേകുന്ന കുറച്ച് നല്ല കാഴ്ചകളൂടെ കണ്ടാലോ, നമുക്ക് ഒന്നിച്ച് കാണാം അല്ലേ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലം കാണിക്കാനാണ് കൊണ്ടുവന്നത്. മഹാരാഷ്ട്ര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന മുംബൈ എന്ന മഹാനഗരത്തെക്കുറിച്ചായിരിക്കും അല്ലേ. അപ്പോൾ വളരെ തിങ്ങി നിറഞ്ഞ പൊല്യൂഷനുള്ള ഒരു മഹാനഗരത്തെക്കുറിച്ചായിരിക്കും എല്ലാവരുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷേ അതല്ലാതെ മഹാരാഷ്ട്രയിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാമായിട്ടുള്ള നല്ല തണുപ്പേറിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ മൂന്നാറൊക്കെ പോലെ കോടമഞ്ഞ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ മഹാരാഷ്ട്രയിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ ചിലയിടത്ത് ഇറങ്ങി എടുത്ത ഫോട്ടോസൊക്കെയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇടയ്ക്ക് അറിയാലോ, നമുക്ക് യാത്രയിലൊക്കെ നല്ല വിശപ്പൊക്കെ വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇറങ്ങി കോണൊക്കെ കഴിക്കുക, അതൊക്കെ നമ്മുടെ ഒരു വിനോദമാണല്ലോ. വിനോദസഞ്ചാരത്തിനാണല്ലോ നമ്മൾ പോകുന്നത്. യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര വിശപ്പാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണോ? അപ്പം ഞാനിന്ന് നിങ്ങളെ കുറച്ച് നല്ല കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ. കൂടെ കുടിക്കൂ. എങ്ങോട്ട് പോകുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല അല്ലേ. മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലമാണെന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലേ. അപ്പം നമ്മൾ പോകുന്നത് ഇന്ന് മാൽഷേജ് ഘാട്ടിലേക്കാണ്. അപ്പോൾ മഴ സീസണിലാണ് ഞങ്ങൾ പോയതെങ്കിലും അന്നത്തെ ദിവസം അങ്ങനെ ഭയങ്കരമായിട്ട് മഴയൊന്നും പെയ്തില്ല. പക്ഷെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. ഇവിടെ ഞാനിത് സെക്കൻഡ് ടൈം വിസിറ്റാണ്. ഫസ്റ്റ് ടൈം വന്നപ്പം അങ്ങനെ തീരെ മഞ്ഞില്ലായിരുന്നു, ചെറിയ മഴയുണ്ടായിരുന്ന സമയമായിരുന്നു. പക്ഷേ മഞ്ഞ് തീരെ ഇല്ലായിരുന്നുകൊണ്ട് ഫുൾ വ്യൂ ഞാൻ അന്നേ കണ്ടതാണ്. ഇപ്പോൾ മഞ്ഞ് കാരണം നമുക്ക് അധികം അങ്ങോട്ട് വ്യൂ ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടില്ലേ, കുറേ വലിയ പാറക്കെട്ടുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കുളിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് ഇവിടെ മിക്ക സ്ഥലങ്ങളിലും കൂറ്റൻ പാറക്കെട്ടുകൾ റോഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക. അപ്പോൾ അതിൻ്റെ അടിയിലൂടെ നമ്മുടെ കാറും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും നമ്മുടെ തലയിൽ ഇങ്ങനെ വലിയ ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ നല്ല രസമാണ്. നല്ല തണുത്ത വെള്ളമല്ലേ, നമ്മുടെ പാറയിൽ നിന്ന് വീഴുന്നതല്ലേ. അതുപോലെ നല്ല പ്യുവറുമാണല്ലോ. അങ്ങനത്തെ ഒരു കാഴ്ച നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാൻ പറ്റുന്ന നമ്മുടെ കുരങ്ങന്മാരെയൊക്കെ ഇവിടെയും നമുക്ക് കാണാം. അത് എല്ലായിടത്തെയും ഒരു പൊതുവായ കാഴ്ചയാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാറക്കെട്ടുകൾ റോഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ പാറക്കെട്ടുകൾ തള്ളി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അധികം വെള്ളമൊന്നും വീഴാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവിടെ കച്ചവടക്കാർ വന്ന് ചെറിയ കച്ചവടം നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ അമ്പലമുണ്ട്. അതിവിടെ മഹാരാഷ്ട്രയിൽ പൊതുവായി കാണുന്ന ഒരു കാഴ്ചയാണ്. കണ്ടില്ലേ, കുഞ്ഞു ബിസിനസ്സുകൾ ഇവരുടെ നടത്തുന്നുണ്ട്. നമ്മളിനി ഒരു ടണൽ കയറാൻ പോവാണ്. അപ്പോൾ ഈ ടണൽ കയറി ഇറങ്ങുന്നിടത്താണ് നമ്മുടെ മാൽഷേജ് ഘാട്ടിലെ മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി ആ കാഴ്ചകളിലേക്ക് പോകാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ചയാണ് ഇതുപോലെ വലിയ കൂറ്റൻ പാറക്കെട്ടുകളൊക്കെ അവർ വലിയ കമ്പി വലകൾ വെച്ചിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. കേരളത്തിലെങ്കിൽ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ചിലപ്പോൾ ഉണ്ടായി കാണും. പക്ഷേ ഇത് ഞാൻ മഹാരാഷ്ട്രയിൽ മിക്ക സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾ ചെന്ന സമയം വളരെ നല്ല കറക്റ്റ് സമയമായിരുന്നു. നല്ല കോടമഞ്ഞ. അപ്പോൾ കുഞ്ഞിനെ മഞ്ഞൊക്കെ കാണിക്കാനും പറ്റി, ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തീരെ മഞ്ഞയില്ലായിരുന്നു. ഇതിപ്പോൾ വന്നപ്പോൾ മഞ്ഞൊക്കെ കാണാൻ പറ്റി. അപ്പം ഞങ്ങൾ ഇനിയും മാൽഷേജിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിലാണ്. തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മല.
ഛത്തീസ്ഗഡ് ഇറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു വാട്ടർഫോളിൽ കുഞ്ഞിനെ ഒന്ന് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു തെരച്ചിലാണ് ഇപ്പം. പോകുന്ന വഴിക്ക് ഇപ്പം ഇനി വാട്ടർഫോൾ തപ്പി തപ്പി നമ്മൾ പോവാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അത്യാവശ്യം, കണ്ടില്ലേ. ഈ തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മൾ മുമ്പേ കണ്ട അമ്പലവും കച്ചവടക്കാരെയൊക്കെ നമുക്ക് പിന്നെയും ഈ പോകുന്നതൂടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കച്ചവടം എന്ന് പറയുന്നത് ഈ കോണും പിന്നെ കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റിൻ്റെ കച്ചവടം, പിന്നെ ചായ, മാഗി, ഇതൊക്കെയാണ് ഇവിടെയും ഉള്ളത് കേട്ടോ. മഹാരാഷ്ട്രയിൽ ഇതുപോലത്തെ ഒത്തിരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയൊക്കെ വളരെ വളരെ മോശമായിരിക്കും, പിന്നെ ഭയങ്കര ട്രാഫിക്കും ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ ഒരിക്കലും കറക്റ്റ് സമയത്ത് എത്തിച്ചേരുന്നില്ല.